ഫിനാൻസ് സംബന്ധമായി നിരവധി തട്ടിപ്പുകളാണ് ദിനംപ്രതി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടുക്കാത്ത ഫിനാൻസ് തിരിച്ചടയ്ക്കണമെന്നും പറഞ്ഞ് നമ്മുടെ അടുക്കൽ ആരെങ്കിലും വന്നാൽ എന്തായിരിക്കും സ്ഥിതി? BMTVയുടെ ഇന്നത്തെ ഉൾട്ടാ ജംഗ്ഷൻ അത്തരം ഒരു ദൃശ്യത്തിലേക്ക്. രണ്ടുപേരും ഇവിടെ വന്നിരുന്നു. ഏതാ ബാങ്കിൽ നിന്നാണ് ഇവിടെ അനിതയുടെ അച്ഛൻ്റെ പേര് ബാബു എന്നാണ്. വീട്ടുപേരെന്തരാണ്? ഇങ്ങോട്ട് വാ, ചെറുക്കമുണ്ട് അവിടെ. മാധവൻ തെങ്ങുംകോണമെന്ന് കേട്ടോ, മാധവമെന്ന് ഞാൻ കേട്ടില്ല. 2 ഫയലുമൊക്കെ ആയിട്ടാണ് രണ്ടവന്മാർ വന്നിരുന്നത് ഇവിടെ. നിങ്ങളെ പേരിൽ വേറെ ആരെങ്കിലും ലോൺ വല്ലതും എടുത്തിട്ടുണ്ടോ? അന്ന് ഇതിന് കോടതിയിൽ നിന്ന് ആര് വന്നെന്ന് പറഞ്ഞത്? ഇത് മുത്തൂറ്റൊന്നും അല്ല പറഞ്ഞത്, വേറെ ഏതാ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രാവിലെ വന്ന്. പിന്നെ ഞാൻ പറഞ്ഞ് ഇവിടെ ഇപ്പം വരണില്ലെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു നിങ്ങളെവിടെയല്ലേ? ഇവിടെയാണെന്ന് അറിഞ്ഞല്ലോ, അവിടെ പോയി അന്വേഷിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരെ വീട് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എന്തോന്നൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്, അതാണ് ഇതാണെന്നും പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ അടിച്ചു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വൈകിട്ട് സമയത്ത് വന്നു കഴിഞ്ഞാൽ അവരിവിടെ കാണുമെന്നു. വൈകിട്ട് വരുമെന്ന് പറഞ്ഞു. ആരോ നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചായിരുന്നല്ലോ. അല്ല, ഞങ്ങൾ വേറൊരു സ്ഥലത്തായിരുന്നു. ഈ അനിത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു അഡ്രസ് വന്നിരിക്കുന്നത് മാധവൻ ആണോ? തെങ്ങിൻമൂട്, തെങ്ങിൻ കോണം. ഓക്കെ. അച്ഛൻ്റെ പേര് ബാബു എന്നാണോ? അതെ, ഞങ്ങൾ ഇസാഫ് ബാങ്കിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ സിവിലിൽ കിടക്കുന്ന ആളാണ്. അതില് അങ്ങനെയല്ല, നിങ്ങൾ 2-3 വർഷമായി നമ്മളൊരു ടീം ഉണ്ടായിരുന്നു, അത് അടച്ചിട്ട് അത് മാത്രം നമുക്കുള്ളൂ. അത് എവിടെ കോടതിന്ന് അപ്പൊ അത് നമ്മൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മുത്തൂര് നമുക്കിവിടെ ഈ മുത്തൂര് ലോൺ തിരിച്ചടയ്ക്കാത്ത ആളാ. ഞാൻ മുത്തൂറ്റിൽ മാത്രമേ ഉള്ളൂ അടയ്ക്കാത്ത ആള്. ചോദിക്കുന്നത് അങ്ങനെയല്ല, നിങ്ങള് ഈ മുത്തൂറ്റിൽ നിന്നും ലോൺ എടുത്തിട്ട് തിരിച്ച് അടവ് മുടങ്ങിയിട്ടുണ്ടോ? മുത്തൂറ്റിൽ മുടങ്ങിയിട്ടുണ്ട്. എത്ര അടവ് മുടങ്ങിയിട്ടുണ്ട്? എത്ര അടവെന്ന് പറഞ്ഞാൽ ഞങ്ങള് രണ്ടാമതൊരു നിങ്ങൾ ആദ്യം എടുത്തിരിക്കുന്ന 50 അല്ലേ? അതിൽ മാത്രം അതേ ഉള്ളൂ. എനിക്ക് അത് കൂടിയുള്ള മുത്തൂറ്റിന്റെ ഇടപാട് മാത്രമേ ഉള്ളൂ. നിസാബുമായിട്ട് ഞാൻ ഇതുവരെ ഇതും എനിക്ക് കണക്ഷൻ. പക്ഷെ അതങ്ങനെയൊന്നും സാറേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ വന്നു? കാരണം അതെനിക്കറിയത്തില്ല. ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് അത്. നിസാബുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ബാലൻസ് കിടക്കുന്നുണ്ടല്ലോ. പറയട്ടെ, അത് പറയില്ല. അന്ന് നമ്മൾ എടുത്തപ്പോ അത് മുത്തൂറ്റും അത് പറയൂ. അതായത് നിങ്ങളുടെ മുത്തൂറ്റിനുണ്ടാകുന്ന ലോൺ മുടങ്ങിക്കഴിഞ്ഞാൽ കൊളാബറേഷൻ അവര് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ഇതെല്ലാം ചെയ്തു. ഈ അച്ഛന്റെ പേര് ബാബു ആണോ? എന്റെ അച്ഛന്റെ പേര് ബാബു തന്നെയാണ്. അപ്പൊ നിങ്ങൾ തന്നെയാണ്. എനിക്ക് യാതൊരു മുത്തൂറ്റിൽ നിങ്ങൾ ഓൾറെഡി ലോൺ എത്ര രൂപ പേയ്മെന്റ് ഇനി നമ്മളെ മുത്തൂറ്റിൽ അടച്ചിട്ട് ഞാനൊരു 50,000 രണ്ടാമത് എടുത്തതിന് ശേഷം ഒരു അടവേ അടച്ചിട്ടുള്ളൂ. അപ്പൊ അതിനെത്തി അതിന്റെ ഇടയ്ക്ക് കുറച്ച് ആൾക്കാരൊക്കെ പെൻഡിങ് വന്ന് നമ്മൾ ആരും ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് കൃത്യമായിട്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അടക്കാനുള്ള ഒരു ബാധ്യത? ലോൺ അടയ്ക്കാനുള്ള കാര്യത്തിൽ നമുക്കുണ്ട്. പക്ഷെ ഇതേപോലെ പെരുമഴയും കാര്യങ്ങളും ജോലി ഇല്ലാതെയൊക്കെ വന്നാൽ പുറത്തിറങ്ങി ബുദ്ധിമുട്ടുണ്ടോ പെരുമഴയത്ത്? അത് അങ്ങനെയാണോ? അടവിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? വേറെ എന്ത് ജോലിക്കൊക്കെ പോകുന്നത്? എല്ലാ ജോലി ഉള്ളപ്പോഴും നമ്മൾ എന്ത് ജോലിയാണ് അതിപ്പോ നിങ്ങളടുത്ത് പറയേണ്ട കാര്യം എനിക്കില്ല. നമുക്ക് പൈസ ഇടവേണ്ടേ? പിന്നെ അവരെ എടുത്തിട്ടില്ലെന്നല്ലേ പറയണത്. അത് ചിലപ്പോ അത് നമ്മൾ അറിഞ്ഞ കാര്യം ഒപ്പിട്ട് കൊടുത്തിട്ടാ എടുത്തേക്കുന്നത്. ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു ഇടപാടില്ല. ഓൾറെഡി എത്ര രൂപ മുത്തൂറ്റിൽ അടയ്ക്കും? അത് മുത്തൂറ്റിൽ അടയ്ക്കാനുള്ളത് ഇനി അത് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ 2 ദിവസത്തിനകം ഞാനത് പറയാം. എടുത്തിട്ടുള്ള 5 ടീമുകളുണ്ട്. ടീമിന്റെ പേരൊന്ന് പറയാമോ? 5 ടീമിന്റെ ആൾക്കാരുടെ പേര് പറയും. അപ്പം അവളെ
വിളിച്ച് ചോദിക്കുന്നുണ്ട്. ആളുടെ പേരെന്തായിരുന്നു? ആളുടെ പേരെന്തായിരുന്നു? അവളുടെ പേര് രജിത എന്നാണ്. രജിത. അവൾ ഫുള്ള് അടച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ വേറെ ആരുടെയും പേരില്ല അതിനകത്ത്. ഈ കുടുംബശ്രീയിൽ മുത്തൂറ്റ് അമ്മ ബാങ്കിൽ വിളിക്കുന്ന രജിത. അല്ല സാറേ സാറേ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന രജിത. സാറേ അതിപ്പോ നമ്മുടെ നമ്മളെ തട്ടിക്കറിയില്ല, നമുക്ക് അറിയില്ല, കേസില്ലത്. നമുക്കുള്ള പൈസ നമുക്ക് കിട്ടണം. മൊത്തമായിട്ട് ഇങ്ങനെ അടക്കാതെ നിൽക്കുന്ന ആൾക്കാരാണ് ലോൺ എടുക്കുന്നത്. നമുക്കുള്ള കേസ് നമുക്ക് കിട്ടേണ്ടത്. സാറേ അല്ലെ രജിത അടച്ചോ അജിത അടച്ചോ അനിത എന്തുകൊണ്ട് അടയ്ക്കുന്നില്ല? അനിത അടയ്ക്കാൻ അനിതയ്ക്ക് പൈസ ഇല്ലായിരുന്നു. അനിത പുറത്തായിരുന്നു. പുറത്ത് പോയിട്ട് വന്നപ്പോ ബാധ്യതകൾ ഒരുപാടുണ്ടായിരുന്നു. അത് നമുക്ക് കാരണമാണ് അനിത്. എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞെടുക്കുന്നത്? അവർ പൈസ എടുക്കും. അത് നമ്മൾ അടയ്ക്കുമെന്ന് പറഞ്ഞ് തന്നെ എടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഡേറ്റ് ഓഫ് എക്സ്പയറി മൊമെന്റ് 2022 എടുത്തിരിക്കുന്നത്. അതെ, 2022 ഇതിപ്പോ 5 പൈസ അനിതയുടെ പേരില അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ പോയിരിക്കുന്നത്. 5 പേരുടെ പൈസ മുത്തൂറ്റ് ക്ലോസ് ആയി. ഇപ്പൊ എന്തോന്ന് കണക്ക് അത് എനിക്കറിയത്തില്ല. നിങ്ങൾ അറിയാതെ വരുന്നത് നിങ്ങൾ ഞാൻ എങ്ങനെ അറിയാന്നത്? ഞാൻ രജിത, വന്നിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. ജനുവരി 1 അല്ല വളരെ ഈ പേഴ്സണൽ 2 വർഷത്തിനിടയ്ക്ക് വെച്ച് ഞാൻ എങ്ങനെ മേഡത്തിന് അറിയാവോ ഇവരുടെ ശരിക്കും എല്ലാ പറഞ്ഞാൽ പൈസയ്ക്കും വേണ്ടി അനിത ഇങ്ങനെ ഇതെനിക്കറിയണം. ഇതെങ്ങനെയെന്ന് എനിക്കറിയണം. അറിയണം, നമുക്കും അറിയണത്. നമുക്കും അറിയണം. ഒന്ന് പറയട്ടെ. ഇതെന്താണ് ഇതിന്റെ വകുപ്പൊന്നൊന്ന് മേഡം മുത്തൂറ്റിന്ന് 364 പറയാം. മേഡം മുത്തൂറ്റിന്ന് ലോൺ എടുത്തിട്ടില്ലേ? മുത്തൂറ്റിൽ അവിടെ ഉണ്ട്. അടയ്ക്കാനുണ്ട്. ഓൾറെഡി ഉണ്ട്, പെൻഡിങ് ആണ്. ഉണ്ട്. ഇപ്പൊ ഈ 5 പേര് കൂടിയിട്ട് എടുത്ത ലോണിനകത്ത് നമ്മുടെ ഇസാഫിൽ നിന്ന് പേയ്മെന്റ് മുത്തൂറ്റിലോട്ട് പോയേക്കുന്നത്. അപ്പൊ പോയേക്കുന്ന 5 പേരുടെയും ഫുൾ എമൗണ്ട് ക്ലോസ്ഡ് ആണ്. അത് മാഡത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പോയേക്കുന്നത്. മീൻസ് മാഡം ആണ് ഞങ്ങളുടെ ബാങ്കുമായിട്ട് ക്രെഡിറ്റ് ഉണ്ട്. ഈ 5 പേർക്കുള്ള ലോൺ ക്ലോസ് ആയിട്ടുണ്ട്. ബാക്കി വന്നിരിക്കുന്ന വിക്രം സിംഗ് സാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓൾറെഡി ക്ലോസ് ആണ്. അപ്പൊ നിങ്ങളുടെ പേരില ഇപ്പൊ ഞങ്ങളുടെ മൊത്തത്തിൽ ബാങ്കിൽ എല്ലാ സംഭവം ഇപ്പം നിങ്ങൾ ആ മെയിൻ ആയിട്ട് അവിടെ സൈൻ ചെയ്ത് അപ്പൊ ഈ കൊടുത്തിരുന്നു. ഫുള്ള് എല്ലാവരും അടച്ചു കഴിക്കുന്നാണോ പറയുന്നത്? നിങ്ങൾ എല്ലാരും അടച്ചു കഴിഞ്ഞു. പക്ഷെ ഇസാഫിൽ ഇപ്പോഴും മാഡം മേഡം കിടക്കാൻ മാത്രമേ ഉള്ളൂ. മേഡം അല്ല, ഇസാഫിൽ എങ്ങനെ അടക്കം ഒരു മുത്തൂറ്റിലല്ലേ എടുത്തത്? മുത്തൂറ്റിൽ എടുക്കുമ്പോ നമ്മൾ നിങ്ങള് collaboration already ചെയ്തില്ലേ? collaboration അതല്ലേ നേരത്തെ ചെയ്തില്ലേ? പറഞ്ഞത്. അവരുടെ ലോൺ മുത്തൂറ്റില് ക്ലോസ് ആയി. അത് ക്ലോസ് Two ആയത് companies are അനിതയുടെ collaborated. പേരിലാണ് ലോൺ മനസ്സിലായി. ഫുൾ എല്ലാ ലോണും ക്ലോസ് ആയിരിക്കുന്നത്. ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നിങ്ങൾ എന്തോ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. മേഡം വായിച്ചോ. മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് വായിച്ചു നോക്കൂ. അല്ല അത് വായിച്ചു നോക്കട്ടെ. അയച്ചു നോക്കിട്ട് മനസ്സിലാവുമല്ലോ. അന്നേരം ഇപ്പൊ അനിതയുടെ പേരിലാണ് ലോൺ കിടക്കുന്നത്. ലോൺ കിടക്കാൻ ഞാൻ മുത്തൂറ്റ് എനിക്ക് ഹിസാബിന്റെ യാതൊരു മാഡം ബന്ധവുമില്ല. മുത്തൂറ്റുമായിട്ട് ബന്ധമുണ്ടോ? എനിക്ക് മുത്തൂറ്റുകൊണ്ട് ഞാൻ മാനേജറിനെ വിളിക്കാം. ആണ്. മാനേജർ അതിപ്പോ ഇത് എല്ലാം കൂടെ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ എങ്ങനെ സമ്മതിക്കണം? ഞാൻ എവിടെ നിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അനിത് പറഞ്ഞേക്ക്, നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്ന അത്ര മാത്രം. അതായിക്കോട്ടെ, ഇപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്റെ എനിക്ക് തീർക്കാൻ പറ്റൂ. അല്ലാതെ എനിക്കിപ്പോ എല്ലാരും കൂടെ അല്ല ഒരു ഞങ്ങളിപ്പോ എന്ത് വേണം പറയൂ. നമ്മൾക്കിപ്പോ അവിടെ എനിക്കിപ്പോ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണത് എനിക്ക് നമുക്ക് അവിടെ മുത്തൂറ്റ് എനിക്ക് ഇത്ര രൂപ ഉണ്ടെന്ന് എന്റെ എനിക്കറിയാം. മുത്തൂറ്റോ? എന്റെ ഞാൻ എടുത്ത മുത്തൂറ്റ് എന്റെ മുത്തൂറ്റ് ഞാൻ അതിന് പൈസ കൊടുക്കുമ്പോ എന്റെ സ്ഥാപനമാണ് അത്. ഞാൻ എടുക്കുമ്പോഴേ അപ്പൊ ഇസാഫ് എന്തുകൊണ്ട് ആ പൈസ ഇതിന് തിരിച്ചടച്ചില്ല? അടച്ചില്ല. അന്ന് അടയ്ക്കാൻ പറഞ്ഞ ഇതായത് കൊണ്ട് അന്ന് അടച്ചില്ല. പിന്നെ 2-3 പ്രാവശ്യം വന്നു. ഇസാഫിൽ പല നിന്ന് എങ്ങനെ പ്രശ്നങ്ങളും നിങ്ങളുടെ ഫണ്ടിൽ നിന്ന് പൈസ അനിത അക്കൗണ്ടിൽ വന്നു? അതറിയത്തില്ല. അതെനിക്ക് ക്യാഷ് അറിയത്തില്ല. ആണെന്ന്. പിന്നെ എത്ര അടവ് വന്നറിയോ? അതെ അതെ 7 അടവാണ് അടക്കാൻ ബാക്കി. ഞങ്ങൾ രാവിലെ ഇവിടെ വന്നു, മേഡം പറഞ്ഞു വന്നിട്ടില്ല. ഇതല്ലല്ലോ എന്റെ വീട്. ഞാൻ ഇവിടെ ജോലി ചെയ്യണമെന്നും പറഞ്ഞോണ്ട് ഇവിടെ പക്ഷെ അതൊരു കാര്യമുണ്ട്. അന്വേഷിച്ചു വന്നു എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തിന്റെ വീട് ഇതല്ല. ഇവിടെ വന്ന് നിങ്ങൾ പ്രശ്നം അവിടെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇല്ലല്ലോ. അവിടെ ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ വന്ന് എന്തിനു പ്രശ്നം ഉണ്ടാക്കണം? ഞങ്ങൾക്ക് നാളെ നേരിൽ കാണണം. ആളെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് എന്തിനു പ്രശ്നം ഉണ്ടാക്കണം? പറഞ്ഞത്. അവിടെ തൊഴിലുറപ്പില്ല നിങ്ങൾ ചെയ്യേണ്ടത് രേഖ എന്താണ്? നമ്മള് ജോലി ചെയ്യുന്ന വീട് പറ്റല്ല യാതൊരു ബന്ധവും. അവരുടെ വീട് എവിടെയാണോ അവിടെ മേഡം address ഞങ്ങൾക്ക് അയച്ചു വേണ്ടുന്ന ഞങ്ങളെ രേഖയിൽ ഒരു ഒപ്പ് തരിക. വാങ്ങിക്കുക. ചോദിച്ചതിന് കുഴപ്പമില്ല. നിങ്ങളിപ്പോ വന്ന് തിരക്കില് ഞാൻ ഇവിടെ ജോലി ഞങ്ങൾക്ക് ഒരു ഒപ്പ് വേണം. ഞങ്ങൾക്ക് ഒരു സൈൻ ചെയ്യണം. ഒരു സൈൻ ചെയ്യണം. ഒപ്പൊന്നും ഇടാൻ പറ്റൂല. ഇടാൻ പറ്റൂല. അല്ല ഞങ്ങൾ പോത്തില്ല. ഇസാബുമായിട്ട് എനിക്ക് യാതൊരു കണക്ഷൻ ഇല്ല. മുത്തൂറ്റില് ഞാൻ 10,000 രൂപ എടുത്ത് രണ്ടാമത് എടുത്തിട്ടുണ്ട്. അതില് 2 അടവേ ഞാൻ നമ്മൾ എന്ത് ചെയ്യണം? അല്ലേ കിടക്കുന്നത്? എത്രയാ കിടക്കുന്നത്? 7 അടവ്. ഞാൻ അവിടുന്ന് മാനേജറായിട്ട് ഇറങ്ങുന്നതിന് മുന്നേ നിങ്ങളെ കൊണ്ട് ലോൺ അടപ്പിച്ചിരിക്കും. മേഡം അത് ഒരു ഉറപ്പാണ്. മിനിറ്റ്. ഓ നിങ്ങളാണോ മാനേജർ? അല്ല മേഡം, ഒരു നിലവിൽ എടുത്ത ഈ സംഭവത്തിന് ഇവരടക്കില്ല. മേഡം ഇവിടെ ഒന്ന് വേണം. അവരെടുത്തില്ല എന്നല്ലേ അവര് പറയണത്. അതെ അതെ സംസാരിക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കണം. ഞാനും മാന്യതയാണ് സംസാരിച്ചത്. നിങ്ങൾക്കിപ്പോ ഞാൻ സാറേ ഹലോ എന്താണ് സംസാരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് എന്തോന്നില്ല ഞാൻ ഒപ്പിട്ട് തരേണ്ടത്? ഏത് 3 ലക്ഷം? ഞാൻ എത്ര 3 ലക്ഷം രൂപ ലോൺ എടുത്ത്? ഏത് വർഷത്തിൽ 3 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്ത്? നിങ്ങൾ 2023 അതൊക്കെ ഞങ്ങൾ സാധാരണ കാര്യമില്ല. നിങ്ങളുടെ ഇപ്പൊ സംസാരിക്കണമെന്ന് പറഞ്ഞോണ്ടാ തന്നത്. ഈ 2023 3 ലക്ഷം രൂപ എന്ത് ആവശ്യത്തിന് ഞാൻ ലോൺ എടുത്തു? എനിക്ക് അതറിയണം. ഞാൻ മുത്തൂറ്റിന്ന് എന്റെ പ്രൂഫ് വെച്ച് മുത്തൂറ്റിന്ന് ഞാൻ
ഇതിനെടുത്ത് ഇങ്ങോട്ട് വാ, അനിത ഇങ്ങോട്ട് വാ. അല്ല 3 ലക്ഷം രൂപ എന്തൊരാവശ്യം അതെല്ലാം ചോദ്യം എന്തായിരുന്നു ചോദ്യം? 3 ലക്ഷം രൂപ എന്തോന്ന് ആവശ്യത്തിന് നിങ്ങൾ ലോൺ എടുത്ത് 3 ലക്ഷം രൂപ ഞാൻ എന്തോത്തിന് നിങ്ങളെ കയ്യിൽ നിന്ന് ലോൺ എടുത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ചോദ്യം എന്ത് ലോണ്? എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ ആകെ കൂടി മുത്തൂറ്റിന്ന് ഞാൻ ഇല്ല സാർ ഒന്ന് കേൾക്കണം. സംസാരിച്ചിട്ട് ഞാൻ സാറിന് ഇങ്ങോട്ട് സംസാരിക്കാം. ഞാൻ ആകെ കൂടി മുത്തൂറ്റിന്ന് ആദ്യം ഞാൻ 50,000 രൂപ ലോൺ എടുത്തു. അത് 10-30,000 രൂപയോളം ഞാൻ അത് പകുതിയോളം അടച്ചു. പിന്നെ രണ്ടാമത് അതിൽ നിന്ന് റിട്ടേൺ ആയിട്ട് നമ്മൾ വീണ്ടും രണ്ടാമത് 50,000 കൂടെ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. അതിൽ 2 അടവ് ഞാൻ അടച്ചു. അതിന്റെ ഇടയ്ക്ക് മഴയും കാര്യങ്ങളും വന്ന് കുറെ ആൾക്കാർ അതിൽ അടയ്ക്കാതെ കിടന്നു. അതിന്റെ ഇടയ്ക്ക് വെച്ച് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഗൾഫിൽ പോയി. 2 വർഷം ഞാൻ അവിടെ ഇരുന്നു. പിന്നെ ഞാൻ നിങ്ങളെ 3 ലക്ഷം ഏത് കണക്കിന് എന്താവശ്യത്തിന് ലോൺ എടുക്കണം പറയണം. എനിക്കറിയത്തില്ല ഈ കള്ളക്കളി എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ചെയ്യാത്ത കാര്യം നിങ്ങൾ പറഞ്ഞത് എനിക്കറിയത്തില്ല. ഓക്കെ അവസരത്തിൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ലക്ഷങ്ങൾ എനിക്ക് കൂടുതൽ സാറേ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് സംസാരിക്കാം നമുക്ക് സമാധാനമായിട്ടില്ല. ഞാൻ ഇവിടെ നിൽക്കല്ലേ. അനിത മാഡം, നടപടി ഉണ്ടാക്കിയിട്ട് അനിത മാഡം ഞാനിവിടെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ നിങ്ങൾ പിറകെ എന്റെ ജനത്തിനായിരിക്കും ഇനി ഈ ബാങ്കിൽ സമാധാനം പറയണം. കാര്യം ഞാൻ ചെയ്യാത്ത 2 വർഷം കണ്ട നാട്ടിൽ പോയി കിടന്ന് ഞാൻ ഇവിടെ അറിയാം. ചെയ്യാത്ത കാര്യം പറഞ്ഞാലേ എങ്ങനെ സഹിക്കും നമ്മളുണ്ടല്ലോ. പിന്നെ ഞാൻ ഗൾഫിൽ പോയിട്ട് ആ കൂടി ഉണ്ടാക്കി എത്രയാണ് അതറിയില്ല. എത്ര ഉണ്ടാക്കി? ബാങ്കിൽ 600 രൂപ പോണ്ട് വേണോ? തൊഴിലുറപ്പിന് പോകുമോ? ഒരു ജോലിക്ക് ഞാൻ ഞാൻ ഗൾഫിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ഇവിടെയാണ് വന്നത് 2 മണിക്കൂർ ചെയ്യാനായി. ഇദ്ദേഹം ആരാണ് താങ്കളുടെ? ഞാൻ ഇവിടെ ജോലിയുടെ വീട്ടിലെ മുതലാളി. ഇദ്ദേഹത്തെ നല്ല വിശ്വാസമാണോ? എന്റെ വിശ്വാസം ഇല്ലാതെ എനിക്ക് എന്ത് പൂർണ്ണ വിശ്വാസമാണ്. ഇവൾ ഗ്യാരണ്ടി തരുവാണെങ്കിൽ ഞങ്ങൾ പോവാ. ഈ കുട്ടി ഗ്യാരണ്ടി തരുവാണെങ്കിൽ പറഞ്ഞത് പൂർണ്ണ വിശ്വാസം. അല്ല കരയണ്ട, കരയണം. ഞാൻ ലോൺ എടുക്കാറുണ്ടോ? എനിക്ക് ഒപ്പിടൂല. നമ്മൾ ഒപ്പിടണോ? അത് പറ്റത്തില്ല. ഈ 3 ലക്ഷത്തിന്റെ കണക്ക് എന്താണ്? അവർ ഒപ്പിട്ട് കൊടുക്കുമ്പോ പിന്നെ 3 ലക്ഷം എടുത്തു എന്നുള്ളത് സമ്മതിക്കും നമ്മൾ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മാഡം മുത്തൂറ്റിന്ന് ലോൺ എടുത്തില്ലേ? മുത്തൂറ്റിന്ന് ലോൺ എടുത്ത് ഞാൻ സമ്മതിക്കുന്നത് എവിടെ പറയും? ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. 5 പേര് കൂടിയാണോ ലോൺ എടുത്തത്? 5 പേര് ഞങ്ങൾ അവിടുത്തെ നമ്മള് കൂട്ടുകാർ ആ ടീമിൽ എല്ലാവരുടെ ലോൺ ക്ലോസ് ആയി. മാഡത്തിന്റെ പേരിലാണ് ഇപ്പൊ ലോൺ റിക്കവറി ആയി കിടക്കുന്നത്. അവരുടെ അവരെല്ലാം പോയി ഇവിടെ രജിത. പിന്നെ രണ്ടാമത്തെ ആളുടെ പേര് രണ്ടാമത്തെ സജിനി. അങ്ങനെ ഏതാണ്ട് ഒരു അല്ല ഞാൻ ചോദിക്കട്ടെ, ഗ്രൂപ്പിലാണ് എടുത്തപ്പോഴത്തേക്ക് സജിനി. പിന്നെ ഒരു അമ്പി എന്ന് പറഞ്ഞിട്ട് ഒരു ആണാണോ? മറ്റേ അവരാ അന്ന് ഇവിടെ വന്ന അവരാണ് അമ്പി. കറുത്ത അമ്പിയല്ല, അവരുടെ അപ്പുറത്തെ പേര് വേറെ എന്തോ ആണ്. അല്ല അമ്പി എന്നല്ല അവരുടെ പേര്. അത് നിക്നെയിം. രജിത, സജിനി. ഡീറ്റെയിൽസ് എല്ലാം ചേച്ചിയുടെ ആണോ? ഈ പാനിന്റെ ഒക്കെ എനിക്ക് പാൻ കാർഡ് പോലും ഇല്ല. ഇല്ലയോ? ഇല്ല. ഫോട്ടോ പാൻ കാർഡ് വരെ ഉണ്ട്. നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോ? ഞാൻ പാൻ കാർഡ് എടുത്തിട്ടില്ലല്ലോ. എനിക്ക് പാനില്ലാത്ത ആളിന്റെ പാൻ കാർഡ് എങ്ങനെ? പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് എപ്പോഴാണ് വന്നത്? അതെനിക്ക് ഇങ്ങനെ അറിയാൻ. നോക്ക് അനിത, നോക്ക് അനിതരത് തന്നെ നോക്കിക്കാം. അനിതരത് തന്നെ നോക്ക്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് CV 5785 ഞങ്ങള് ഗുണ്ടായിസം ഒന്നും നടക്കൂല. അല്ലേ അല്ലേ അനിത? അല്ല ഞാൻ ഒപ്പിടിപ്പിക്കും പറയണ്ട. എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര 3 lakhs അല്ലേ? അതിനാണ് ഒരു സാധനം അവിടെ നിർത്തുന്നത്. പിന്നെ ഒന്ന് കയറി ഈ വീടായിട്ട് ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ കയറി ഒന്നും എടുക്കൂല. ഞാൻ പറഞ്ഞ എന്നെ എടുത്തോണ്ട് പോകും. നിങ്ങളുടെ വീട്ടിലോട്ട് പോകും. മനുഷ്യകടത്തോട്ട് വന്നവരല്ല ഞങ്ങള്. കൊണ്ടുപോകാൻ വേണ്ടി മനുഷ്യകടത്തോട്ട് വന്ന വ്യക്തികളല്ല ഞങ്ങൾ. അവിടെ ആരൊക്കെയുണ്ട്? അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അതൊരു സാധു, അത് മാത്രമേ ഉള്ളൂ. സാധു ആയോണ്ടോ? പേരാണോ സാധു? എന്തോ പറ്റി? പേരാണോ സാധു? സാധു ഞാൻ എങ്ങനെ 3 ലക്ഷം പറ്റിക്കാൻ? എന്റെ ആവശ്യം 3 ലക്ഷം രൂപ.
ടെൻഷൻ അടിക്കണ്ട. എനിക്ക് ചിരിയൊന്നുമില്ല. ഞാനൊരു 3 ലക്ഷം രൂപ എടുത്ത് ആ 3 ലക്ഷം രൂപയുടെ ഒരു എന്തെങ്കിലും എന്റെ വീട്ടിൽ കാണണമല്ലോ. ബാനൊന്നുമില്ല. ഞാൻ തന്നെ മുറ്റത്ത് എനിക്ക് പറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. അങ്ങനല്ല, നമുക്ക് ജോലി ചെയ്യണ്ടേ? നമ്മൾ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം അത് പറ. അല്ല എനിക്ക് വീട്ടില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, ഇപ്പം സമാധാനമായിട്ട് സൈൻ ചെയ്തത്. അല്ല സൈൻ ചെയ്യാൻ പറ്റൂല. അല്ല സൈൻ ചെയ്യാം. എന്നാ അല്ല ഒരു കാര്യം ചെയ്യാം. എത്രാം തീയതി അടയ്ക്കാൻ പറ്റും? ആ മേഡം ഒരു കാര്യം ചെയ്യും. അത് ഞങ്ങള് സംസാരിക്കും. എനിക്കിപ്പോ അടയ്ക്കാൻ പറ്റും. അല്ല സൈൻ ചെയ്യുന്നതാണെങ്കിൽ നമ്മളൊരു ഫോം വഴി 3 ലക്ഷം എന്നുള്ളത് ഒരു 1.25 ലക്ഷം രൂപയ്ക്ക് ചുരുക്കി തരാം. ഇല്ല, എനിക്ക് ഞാൻ 3 ലക്ഷം രൂപ വരെ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ആകെ കൂടി 50,000 രൂപ ഞാൻ മുത്തൂറ്റിന്ന് എടുത്തിട്ടുണ്ട്. അതിന് താമസം സ്വന്തം വസ്തുവിൽ ഒരു 2.5 സെന്റ് വസ്തുവിനകത്ത് തന്നെ അത് മതി, ധാരാളം. നമുക്ക് അതുപോലും ഇല്ല. 3 ലക്ഷം രൂപയ്ക്ക് മതി. നമുക്ക് അതന്നെ ഇല്ല. അത് നിങ്ങൾ കൊണ്ടുപോക്കോ, കുഴപ്പമില്ല. ഈ പൈസ എടുത്ത ആൾക്കാര് അവിടെ നിന്നുള്ള സാർമാർ എന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ എടുത്തോണ്ട് പോക്കോ. എനിക്ക് യാതൊരു പ്രശ്നവും പക്ഷെ ഞാൻ പഞ്ചായത്തിന്റെ മരണം കൂടെ ഇതിനകത്തുണ്ടെന്ന് ഇതിനകത്തല്ല അവിടെ അല്ല ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടേ ചാവൂ. എന്തിനു ചാവണത്? വേറെ തൊഴിലില്ലേ? ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് പറയരുത്. ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാം എന്തൊക്കെ ഉണ്ടാക്കിയത്, പക്ഷെ ഞാൻ പറയൂല നിങ്ങളുടെ അടുത്ത്. അവര് ഞാനും കൂടെ ചേർന്ന് ഇത്ര വെച്ചിട്ടുണ്ട്, സ്വർണം വെച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ തന്നാണ് പാവപ്പെട്ടവൾ പണയം വെച്ചിരിക്കുന്നത് സ്വർണം. അത് എങ്ങനെയായാലും 1 ലക്ഷം രൂപയ്ക്ക് അകത്ത് അത് വന്നിട്ടുണ്ട്. പണയം വെച്ച സമയത്തെങ്കിലും ഈ ലോൺ കുറേശ്ശെ ലോൺ അടയ്ക്കണൊക്കെ അത് ഞാൻ അവരവിടെ നിന്ന് വന്നോട്ടെ, അവരവിടെ നിന്ന് പേപ്പർ വന്നോട്ടെ. ഞാൻ മേടിക്കാൻ വന്നിരിക്കുന്നതാണോ? പേപ്പറാണ് ഒരുപാട് പേപ്പർ പേപ്പർ ഇതാ. ശരിക്കും പറഞ്ഞാൽ അവർക്ക് വീട്ടിലേക്കുള്ള വഴി വരെ കിട്ടി ഇവിടെ. അതായിക്കോട്ടെ, ഇതൊക്കെ എന്താണ് ഇതിന്റെ വകുപ്പ്? നിങ്ങളെ അഡ്രസ് തന്നാൽ മതി, എവിടെ വന്ന് ഞാൻ ഒപ്പിടണമെന്ന് പറഞ്ഞാൽ മതി. കോടതി വന്നാൽ മതി. ഓ അത് കുഴപ്പമില്ല, എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ നേരത്തെ കരഞ്ഞെന്തിന്? കരഞ്ഞ പെട്ടെന്ന് ഒരാളായി 3 ലക്ഷം രൂപ എടുത്തോണ്ട് പോയെന്ന് പറയുമ്പോ 3 ലക്ഷം രൂപ ചെയ്യാത്ത കാര്യം പറയുമ്പോ ഈ 3 ലക്ഷം രൂപ പ്രശ്നമുണ്ടെങ്കിൽ ചേച്ചി ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യില്ല. ഞാൻ എടുത്തിട്ടുള്ളതാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യണ എന്തിന്? അത് ശരിയാ. ഞാനിപ്പോ 50,000 രൂപ എടുത്തു, ശരിയാണ്. ഇപ്പൊ 50,000 രൂപ പലിശ, ഈ 2 വർഷത്തെ പലിശ എല്ലാം കൂടെ പോട്ടെ 1 ലക്ഷം രൂപയ്ക്കകത്തായ അത് ഞാൻ അടയ്ക്കാൻ ബാധ്യസ്ഥയാണ്. അത് ഞാൻ എന്റെ പ്രാവശ്യം 2-3 പ്രാവശ്യം മുത്തൂറ്റി നാളെ എന്റെ വീട്ടിൽ തിരക്കുന്നു. അപ്പോഴൊക്കെ ഞാൻ പറയാം എനിക്ക് ഇപ്പൊ എനിക്ക് അടയ്ക്കാൻ പറ്റും നിലവില്. എനിക്കൊന്നും പേയ്മെന്റ് ഞങ്ങൾ ഏൽപ്പിച്ചു വിടുമ്പോഴും ഒരുപാട് പേര് അവിടെ ഏൽപ്പിച്ചിട്ട് അല്ല മേഡം പറയട്ടെ, യാത്രാ പറയുന്ന കേക്ക് മേഡം പറയുന്ന കേക്ക് റേഡിയല്ലോ. ഞാനതൊന്നും പറഞ്ഞു കേക്ക്. നമുക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടി നമ്മളൊരു വാഹനം വാടകയ്ക്ക് വിളിക്കണം. അതെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഒന്നുമില്ല. എന്റെ ഒന്നുമില്ല. അതൊന്നും ഇല്ലെന്നെങ്ങനെ പറയാ? അതെന്താ ഞാൻ എന്റെ ഇടപാടില് മുത്തൂറ്റ് ഞാൻ ആ മുത്തൂറ്റിൽ നിങ്ങൾ മുത്തൂറ്റ് വിടോ? ഇവിടെ വരാം. ഇവിടെ അനിത എന്ന് പറഞ്ഞാൽ ആദ്യം 1 വർഷം ഉണ്ടായിരുന്നു. ഗൾഫിൽ പോയിട്ട് ഇപ്പൊ വീണ്ടും നാട്ടിൽ വന്ന് ഇപ്പൊ 6 മാസമായുള്ളൂ. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 7 മാസമായി. പിന്നെ ഇവരുമായിട്ട് എന്ത് ബന്ധം എന്ന് പറഞ്ഞാൽ 3 വർഷം ഉണ്ടായിരുന്നു. ഓ എക്സ് സർവീസ് അല്ലേ? മുന്നേ ഉണ്ടായിരുന്നു. മുന്നേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്ത് ചെയ്യണം? നമുക്ക് പോണം. അല്ലെ നമുക്ക് ഇതുപോലെ ഒരാളെ എടുത്ത് പോകാനുണ്ട്. ഒരു കാര്യം ഞാൻ പോകാൻ വഴി പറയാം. ജോലി ചെയ്യാൻ പോവാണല്ലോ ഇവിടെ. ഏതാണ്ട് ഇനി അങ്ങോട്ട് ഇവിടെ തന്നെയാണ്. ഇപ്പൊ മതിയാക്കി നമ്മൾ 2 ആഴ്ചയായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നില്ല. വീണ്ടും വിളിക്കുന്നു. മേഡം വലിയ പൈസ ഒന്നും അല്ലല്ലോ, വെറും നിസ്സാരമായ 3 ലക്ഷം രൂപയല്ലേ ചോദിക്കുമോ ഒരാൾ? അല്ല എഴുന്നേൽക്ക് ഇങ്ങോട്ട് അല്ല അതൊരു വ്യക്തിയല്ലല്ലോ, ഒരു ദേശം. പിന്നെന്തോ അവർക്ക് എന്തോ സംശയം സംഭവമാണല്ലോ. രജിത, സജിനി, അമ്പി. ഇനി ഒരാളെ കൂടി ഞാൻ കാണിച്ചു തരട്ടെ. ഉറപ്പാണേ? കാണിച്ചു തരട്ടെ. ഇവിടെ നോക്കി.
ഇവിടെ നോക്ക്, ഇത് നോക്ക്, ഇവിടെ നോക്ക്. അതിനുള്ളിൽ ഒരാള്. ഇനി ഇറങ്ങി വരും. മെല്ലെ വാ. ഉൾട്ടാ ജംഗ്ഷനുമായിട്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡുമായിട്ട് പ്രാങ്കാക്കാൻ വന്നത് കാരേറ്റ് ആറാന്താനം എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരം ജില്ലയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാങ്ക് ആക്കി നമ്മളെ പ്രിയപ്പെട്ട എൻ്റെ ചേച്ചിയാണ്. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡയാന ചേച്ചിയാണ്. അപ്പോൾ എന്തായാലും മുത്തൂറ്റായിട്ടാണ് കൂടുതൽ അല്ലേ? അല്ല, നല്ല പബ്ലിസിറ്റി ആണ്. അല്ല, നമ്മളെ മുത്തൂറ്റുകാര് മാത്രം നമുക്ക്. എനിക്ക് വേറെ എനിക്ക് സത്യം പറഞ്ഞ പൈസ ഇടപാടിലൊക്കെ പേടിയോട്. പക്ഷെ എനിക്ക് വിഷമം തോന്നിയപ്പോഴെന്നറിയോ, ഞാൻ അവിടെ നിർത്താന്ന് വെച്ചു. കാരണം കണ്ണുന്നൊക്കെ വെള്ളമൊക്കെ വന്നു. അത് മാത്രമല്ല, ഞാൻ ആത്മഹത്യ എന്നൊക്കെ പറയുമ്പോൾ എനിക്കിങ്ങനെ കിട്ടിയിട്ട് ഉറക്കാൻ തുടങ്ങി. ഇനി വേറെ ഞാൻ സമ്മാനം എടുത്തു, നിർത്താം. അപ്പൊ എന്നോട് എടുക്കല്ലേ, ഇത് എത്ര വരെ പോകും നോക്കട്ടെ. ഇതുപോലെ മുന്നേ എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? ആദ്യത്തെ പ്രൈസാണ്. ആദ്യത്തെ സംഭവം നമ്മുടെ ഈ ഉൾട്ടാ ജംഗ്ഷനിൽ മനോഹരമായിട്ട് ചെയ്തു. ആദ്യത്തെ പ്രൈസ് ഒന്നുമില്ല, ഒരാൾ കരയുന്നത്. ആ അപ്പൊ എന്തായാലും ഞങ്ങളുടെ VMTV ചാനലിന്റെ ഉൾട്ടാ ജംഗ്ഷൻ എന്ന് പറയുന്ന പരിപാടി ഇത്രയും മനോഹരമാക്കിയത് ഈ 3 ടീമാണ്. സൂപ്പർ. ലാസ്റ്റ് ഒരു വിളിച്ചു വിട്ടാ മുതലാളി. നമ്മളെ ഉള്ളിന്ന് വന്ന കാര്യങ്ങളാണ്. നമ്മളെ യഥാർത്ഥ ഇതാണ് നമ്മളെ പറയാറുണ്ടല്ലേ. അപ്പൊ ഈ സമ്മാനം നൽകുന്നത് നമ്മുടെ VMTV ചാനലിന്റെ MD റീന മാഡം ആണ്, റീന ഹർഷൻ. അതോടൊപ്പം തന്നെ വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാമില് അതിനകത്താണ് കേട്ടോ കണ്ടത്. ടീം 4 സ്റ്റാറിലൊക്കെ വന്ന് ചിരിക്കുടുക്ക എന്ന് പറയുന്ന ട്രൂപ്പിലൂടെ ഒക്കെ വന്ന്, ആ ടീമിലൂടെ ഒക്കെ വന്ന് നമ്മളെ കുടുകൂടെ ചിരിപ്പിച്ച ചെമ്മാങ്ങാട് രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ സമ്മാനം നൽകുന്നത്. അപ്പോൾ ഉള്ള ആൾക്കാരെ വെച്ച് നന്നായിട്ട് കൈയടിക്കാം. ഓക്കെ, ജംഗ്ഷന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഉൾട്ടയാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഉണ്ട് VMTV ചാനലിലേക്ക്. തീർച്ചയായിട്ടും നിങ്ങളുടെ കോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ തരികിട. പക്ഷെ ഒന്നുകൂടി ഞാൻ പറഞ്ഞോളട്ടെ, ഇതൊരാളെ വേദനിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാം അല്ല. വെറും തമാശ രീതിയിൽ മാത്രം ഇത് കൈകാര്യം ചെയ്യുക. ഒരാളെ വേദനിപ്പിക്കാനോ ഒരാളെ താഴ്ത്തിക്കെട്ടാനുള്ള ഒരു പരിപാടിയല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ രീതിയിൽ മാത്രം എല്ലാവരും ഒന്ന് കാണുക, ആസ്വദിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ, VMTV ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വിഘ്നേശ്വര മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ന്യൂസുകളുണ്ട്, കാഴ്ചകളുണ്ട്. എല്ലാമായിട്ട് നിങ്ങളുടെ സ്വീകരണങ്ങളിൽ ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഉൾട്ടാ ജംഗ്ഷൻ ഇന്നിവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ഉൾട്ടയായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഒരു ടാറ്റ പറഞ്ഞേക്ക്. ബൈ.